ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു റോബോട്ട് വാക്യൂം യൂസ് ചെയ്യുന്നത്. ഇത് ഷവോമി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നവരും ഞാൻ ചെറുതായിട്ട് എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ പകുതി പണി കുറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുകയാണ് ഞാൻ ഈ ഒരു റോബോട്ട് വാക്യൂം ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുകയാണെങ്കിൽ, ഇത് വീട്ടിലുള്ള ഡസ്റ്റ് അത്യാവശ്യം ക്ലീൻ ചെയ്യും, അതേപോലെ തന്നെ ഇത് തുടയ്ക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റേതായിട്ടുള്ളൊരു ബേസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഈ റോബോട്ട് വാക്യൂമിനെ ക്ലീൻ ചെയ്യും. അപ്പോൾ ആ ഒരു പണി നമുക്കിവിടെ വരത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ, അതേപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ എനിക്ക് ഇത് എൻ്റെ ഫോൺ യൂസ് ചെയ്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പുറത്താണെങ്കിൽ പോലും വീട് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും, അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കും. മാർക്കറ്റിൽ ഇത് മാത്രമല്ല, വേറെയും റോബോട്ട് വാക്യൂം അവൈലബിൾ ആണ്. ബട്ട് ഞാനിത് മേടിക്കാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ മിക്ക ആൾക്കാരുടെയും വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അഭിപ്രായം ചോദിച്ച് അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഇത് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തതിന് ശേഷമാണ് ഞാനും ഇത് മേടിച്ചത്. ഈ ഒരു പ്രൊഡക്റ്റ് വൈറ്റ് കളറിൽ അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ ഷോറൂമിൽ പോയപ്പോൾ 2 പീസ് ഉണ്ടായിരുന്നുള്ളൂ ബ്ലാക്ക്. ഭാഗ്യത്തിന് അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് കിട്ടി. ഓൾമോസ്റ്റ് ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ലെവലിൽ നിൽക്കുകയാണിപ്പോൾ. ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കണ്ടിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഭയങ്കര ഈസിയാണെന്നാണ് ഞാൻ കേട്ടത്. ഐഫോണിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഈസി ആയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇനി ഇത് ഓൺ ചെയ്യാൻ പോവാണ്. 3 സൈഡ് ഇതേപോലെ സ്റ്റിക്കർ ഉണ്ട്. അത് ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ പവർ ഓൺ ചെയ്യാണ്. ഇതിൻ്റെ പവർ ഒന്ന് ഓണായി കഴിയുമ്പോൾ ഇതിൻ്റെ ബേസ് സ്റ്റേഷനിൽ ഇതൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കണം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറന്നൊരു കാര്യം റിയലൈസ് ചെയ്ത്, ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല, ഞാനത് ഫില്ല് ചെയ്തു. തിരിച്ച് ഞാൻ ഈ സ്റ്റോറേജ് വെക്കാൻ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതേപോലെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനും ലെഫ്റ്റ് സൈഡ് ഉള്ളത് ഇത് ഫ്ലോർ തുടക്കുമ്പോൾ വരുന്ന അഴുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ആണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് വരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലീൻ ചെയ്യാനുള്ള വെള്ളം തീർന്നു കഴിയുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാനും, അതേപോലെ തന്നെ ക്ലീൻ ചെയ്തതിൻ്റെ അഴുക്ക് വെള്ളം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിരിക്കും എനിക്കുള്ള പണി. അപ്പോൾ അത് അത്ര വലിയ പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ക്ലീനിങ് ചെയ്യല്ല, ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് മാപ്പിംഗ് ചെയ്യാണ്. അപ്പോൾ എവിടെ പോകണം എവിടെ പോകണ്ടെന്നുള്ളത് ഈ റോബോട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ള തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺ ചെയ്തല്ലേ ഉള്ളൂ, ഇത് എവിടെയെങ്കിലും നിന്ന് സ്റ്റക്ക് ആവോ അല്ലെങ്കിൽ തിരിച്ച് ഞാനത് എൻ്റെ ബേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരുമോ, അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഒരുവിധം ഈ റോബോട്ട് നോക്കിക്കോളും വീട് ക്ലീൻ ചെയ്യേണ്ട കാര്യം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഷീറ്റിൽ ഇതിൻ്റെ ബാർകോഡ് ഉണ്ടാവും, അത് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആപ്പിൽ കയറിയിട്ട് നമുക്ക് ഇനിയും ഏതെങ്കിലും ഏരിയ ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് നമുക്ക് കാണാനും പറ്റും. ഇത് വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സമാധാനമായി. എന്തായാലും അത് എല്ലായിടത്തും ഇനി പൊക്കോളും എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഇതിപ്പോൾ മാപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്, എന്നാലും കുഴപ്പമില്ല. ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. എൻ്റെ മൈൻഡിൽ കൂടി ഓടിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും എന്നുള്ളത്. തിരിച്ച് ഓട്ടോമാറ്റിക്കലി പോകും അല്ലെങ്കിൽ ഞാനെടുത്ത് വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തിരിച്ച് ഓട്ടോമാറ്റിക്കലി പോയി ചാർജ് ചെയ്യേണ്ട സമയമായപ്പോൾ ഇത് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് എവിടെ വെച്ചാണ് അത് അതിൻ്റെ ജോലി സ്റ്റോപ്പ് ചെയ്ത് അവിടെ പോയിട്ട് തന്നെ അത് അതിൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാ റൂമും മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ വീടിൻ്റെ പുറത്ത് നിന്നാണെങ്കിൽ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റോബോട്ട് വാക്യൂം എവിടെയാണ് വീടിൻ്റെ അകത്തുള്ളത്. റോബോട്ടിൻ്റെ പണി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ലൈവ് അപ്ഡേറ്റ് കിട്ടും.